ആദ്യം നമുക്ക് വർക്ക് ചെയ്യാനുള്ള പേജ് ഓപ്പൺ ചെയ്യാം. ഫയൽ, ന്യൂ, Ctrl+N ആണ് ഷോർട്ട് കട്ട്. ഇതിൽ നമുക്ക് ഡീഫോൾട്ടായിട്ട് എല്ലാ സൈസുകളും സെറ്റ് ചെയ്തതായിട്ട് കാണാം. വെബ് റിലേറ്റഡ് ആയിട്ടുള്ള സൈസുകൾ, അതേപോലെ പ്രിന്റ്, ഫിലിം ആൻഡ് വീഡിയോ തുടങ്ങിയ എല്ലാ സൈസുകളും ഇതിൽ ഡീഫോൾട്ടായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിൽ ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യാം. ഞാൻ A4 സെലക്ട് ചെയ്തു. A4 സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ റൈറ്റ് സൈഡിൽ അതിന്റെ സൈസ് വരും. അവിടെ നമുക്ക് ഇപ്പോൾ ഇത് പോയിന്റിലാണ് ഉള്ളത്. അത് നമുക്ക് എന്ത് ചെയ്യാം? പിക്സലിലേക്കോ ഇഞ്ചസിലേക്കോ ഫീറ്റിലേക്കോ സെന്റിമീറ്ററിലേക്കോ ഏതൊരു യൂണിറ്റിലേക്കും മാറ്റാം. ഞാനത് ജസ്റ്റ് പിക്സലിലേക്ക് മാറ്റി. പിന്നെ വേണമെങ്കിൽ എനിക്ക് ആ ഒരു പേജിന് പേര് കൊടുക്കാം. ഞാൻ ഡിസൈൻ എന്ന് കൊടുത്തു. പിന്നെ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, പേജ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം കളർ മോഡാണ്. നമ്മൾ ഡിജിറ്റൽ ഡിസൈൻ ആണ് ചെയ്യുന്നതെങ്കിൽ, അതായത് കമ്പ്യൂട്ടറിലോ അത്തരം പ്ലാറ്റ്ഫോമുകളിൽ കാണാനുള്ള പ്രോഡക്റ്റാണ് ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ നമുക്കത് RGB കളർ മോഡിലും, പ്രിന്റിംഗ് ആവശ്യത്തിന് വേണ്ടിയുള്ള ഡിസൈൻ ആണെങ്കിൽ CMYK കളർ മോഡിലാണ് ചെയ്യേണ്ടത്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് റെസൊല്യൂഷൻ ആണ്. റെസൊല്യൂഷൻ പ്രിന്റിങ്ങിന് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ ഹൈ റെസൊല്യൂഷൻ ആണ് യൂസ് ചെയ്യുക. 300 ppi ആണ്. ഡിജിറ്റൽ ആണെങ്കിൽ 72 ചെയ്യാം. ഏതിൽ വേണം ചെയ്യാം. 72 ആണ് പ്രിഫർ ചെയ്യുക. ഞാനിപ്പം RGB എടുത്തു, 300 തന്നെ കൊടുത്തു, ക്രിയേറ്റ് കൊടുത്തു. ഈ വരുന്ന ഒരു സെക്ഷനാണ് ആർട്ട് ബോർഡ് എന്നറിയപ്പെടുന്നത്. ഇവിടെയാണ് നമ്മൾ വർക്ക് ചെയ്യുക. നമുക്ക് ആദ്യം ഇതിൽ എങ്ങനെയാണ് ഒരു ഷേപ്പ് വരയ്ക്കുക എന്ന് നോക്കാം. ഈ ലെഫ്റ്റ് സൈഡിൽ ടൂൾസ് കാണാം. ടൂൾസിൽ സർക്കിൾ സെലക്ട് ചെയ്തു, ക്ലിക്ക് ചെയ്തു, വരച്ചു. വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഫില്ലായി വന്നത്. ഇതിനൊരു സ്ട്രോക്കും ഒരു ഫില്ലും ആണ് ഉള്ളത്. നമുക്ക് അത് ഇവിടുന്ന് ചേഞ്ച് ചെയ്യാം. സ്ട്രോക്കിന്റെ കളർ ചേഞ്ച് ചെയ്യാണ്. ഞാൻ റെഡിലേക്ക് മാറ്റി. സ്ട്രോക്കിന്റെ വെയിറ്റ് കുറവാണ്, അത് കൂട്ടാൻ വേണ്ടിയിട്ട് റൈറ്റ് സൈഡിൽ ഓപ്ഷൻ ഉണ്ട്, കൂട്ടി. അതേപോലെ ഈ ഒരു വൈറ്റ് ഫിൽ കളറാണത്, അത് ഇവിടുന്ന് ചേഞ്ച് ചെയ്തു, ഗ്രീനിലേക്ക് മാറ്റി. ഓക്കെ, ഇത് നമ്മൾ ടോപ്പ് നിന്ന് ചേഞ്ച് ചെയ്തതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സെക്ഷനിൽ നിന്നും ഇത് ചേഞ്ച് ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കളർ പിക്കർ വരും, അതിൽ നമുക്ക് കളർ പിക്ക് ചെയ്യാം. അതേപോലെ താഴെ സ്ട്രോക്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് കളർ ചേഞ്ച് ചെയ്യാം. എനിക്ക് പെട്ടെന്ന് തോന്നാണ് സ്ട്രോക്കിന്റെ കളർ വേണ്ടാന്ന്. അപ്പൊ എന്ത് ചെയ്യാം? എനിക്ക് ഇവിടെ നൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രോക്ക് പോയി. വീണ്ടും സ്ട്രോക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് വന്നിട്ട് ആഡ് ചെയ്തു, ഇതിന്റെ സ്ട്രോക്ക് കൊടുത്തു. ഓക്കെ, ഈ സ്ട്രോക്ക് ഫില്ലും നമുക്ക് ഇതേപോലെ കളർ ഒഴിവാക്കാം. അതിനു മുമ്പേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഏതാണോ ഒഴിവാക്കേണ്ടത് അതായിരിക്കണം ടോപ്പിൽ വരേണ്ടത്. ഉദാഹരണത്തിന് ഞാനിപ്പം ഈ ഒരു പിങ്കിൽ ക്ലിക്ക് ചെയ്യാണ്, അതാണ് ഇപ്പം മുകളിലുള്ളത്. ഇനി ഞാൻ ഇവിടെ നണ്ണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കളറാണ് ഹൈഡ് ആവുക, സ്ട്രോക്ക് അവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെയാണ് കളർ ചേഞ്ച് ചെയ്യുന്നതും സ്ട്രോക്ക് ചേഞ്ച് ചെയ്യുന്നതും. അതേപോലെ അടുത്തൊരു ഷേപ്പാണ് റെക്റ്റാങ്കിൾ ടൂൾ. ഇങ്ങനെ വരയ്ക്കാം, ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് വരയ്ക്കാം. വരയ്ക്കുന്ന സമയത്ത് നമുക്ക് പ്രൊപ്പോർഷണൽ ആയിട്ട് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യാം? ക്ലിക്ക് ചെയ്തിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ നമുക്കത് പ്രൊപ്പോർഷണൽ ആയിട്ട് കിട്ടും. അത് ഈവൻ സർക്കിൾ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഷിഫ്റ്റ് പ്രസ് ചെയ്യാം. ഓക്കെ, ഒരു 2-3 ഞാൻ ഡിലീറ്റ് ചെയ്തു. ഒന്നിന്റെ കളർ ഞാൻ ചേഞ്ച് ചെയ്തു, ഗ്രീൻ ചേഞ്ച് ചെയ്തു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാം സർക്കിള് ഈ ഒരു റെക്റ്റാങ്കിളിന്റെ മുകളിലാണുള്ളത്. അതെങ്ങനെ ഇതിന്റെ ബാക്കിലാക്കാൻ നോക്കാം. സർക്കിൾ ക്ലിക്ക് ചെയ്യുക, സെലക്ട് ചെയ്യുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അറേഞ്ചിൽ സെൻഡ് ടു ബാക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, കണ്ടില്ലേ? അപ്പം ആ ഒരു ഷേപ്പ് ഇതിന്റെ ബാക്കിലേക്ക് പോയി. ഇനി അത് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാൻ എന്ത് ചെയ്യാം? സെലക്ട് ചെയ്യുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അറേഞ്ചിൽ ബ്രിങ് ടു ഫ്രണ്ട്. അപ്പൊ അത് ഫ്രണ്ടിലേക്ക് വന്നു. ഓക്കെ, ഇതാണ് ഷേപ്പിന്റെ ബേസിക്. ഇനി ഈ ഷേപ്പ് എങ്ങനെ എഡിറ്റ് ചെയ്യാൻ നോക്കാം. ഇവിടെ ഡയറക്ട് സെലക്ഷൻ ടൂൾ എന്ന് പറഞ്ഞൊരു സെലക്ഷൻ ടൂൾ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. ഇത് സെലക്ട് ചെയ്തിട്ട് ഞാൻ ക്ലിക്ക് ചെയ്ത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ ഒരു മൂവ് ടൂളിന്റെ അതേ ഒരു
ഉപയോഗമാണ് അതുകൊണ്ടുള്ളത്. പക്ഷെങ്കിൽ കറക്റ്റ് ഇതിന്റെ യൂസ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു പോയിന്റ്, ഈ പോയിന്റിനെ ആങ്കർ പോയിന്റ് എന്നാണ് പറയുക. ഈ ഷേപ്പിന്റെ ഈ 4 സൈഡിലുള്ള പോയിന്റ് ഉണ്ടല്ലോ, ആങ്കർ പോയിന്റ്. ഈ ആങ്കർ പോയിന്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വരുന്ന ഈ ഒരു ഹാൻഡിൽ ഉണ്ടല്ലോ, ഈ ഹാൻഡിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഷേപ്പ് ചേഞ്ച് ചെയ്യുക. ഞാൻ ഈ ഒരു റൈറ്റ് സൈഡിലുള്ള ഈ ഒരു ഹാൻഡിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടോ, ഞാൻ ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഷേപ്പ് മാറുന്നുണ്ടോ. ഇപ്പൊ 2 സൈഡ് ഒരേപോലെ മാറുന്നുണ്ട്. അത് ഒരു സൈഡ് മാത്രം മാറാൻ എന്ത് ചെയ്യാം, എനിക്ക് ഓൾട്ട് പ്രസ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്തിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാലാണ് ഒരു സൈഡ് മാത്രമേ മാറും. മറിച്ചാണെങ്കിൽ ഓൾട്ട് പ്രസ് ചെയ്തതാണെങ്കിൽ ഈ ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്തിട്ട് മാറ്റുന്ന സമയത്ത് 2 സൈഡും മാറും. ഓക്കെ, ഇതേപോലെ തന്നെ ഇതിൻ്റെതും നമുക്ക് അതേപോലെ തന്നെ ഷേപ്പ് മാറ്റാം. അപ്പൊ നിങ്ങൾ കാണാം, ഞാൻ ഈ ഒരു പോയിന്റ് മാത്രം സെലക്ട് ചെയ്യണം. എന്ത് ചെയ്യുക, ആ ടൂൾ എടുത്തതിന് ശേഷം പുറത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്തിട്ട് ഉള്ളിലേക്ക് വരയ്ക്കുക. ഈ ഒരു പോയിന്റ് മാത്രമാണ് സെലക്ട് ആയത്. ഞാനത് സെലക്ട് ചെയ്ത് മൂവ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇത് മൂവ് ആവും. അപ്പൊ ഈ 2 പോയിന്റും സെലക്ട് ചെയ്യണമെങ്കിൽ, ഈ 2 പോയിന്റ് സെലക്ട് ചെയ്യണമെങ്കിൽ ഞാൻ സെലക്ട് ചെയ്യാൻ കണ്ടില്ലേ, 2 പോയിന്റും അറ്റ് എ ടൈം മൂവ് ചെയ്യും. ഒരു പോയിന്റ് മാത്രമാണെങ്കിൽ ആ പോയിന്റ് മാത്രം സെലക്ട് ചെയ്യാം, ഇങ്ങനെ മൂവ് ചെയ്യിക്കാം. ഓക്കെ, ഇനി ഞാൻ ഈ ഒരു ഷേപ്പ് മൊത്തത്തിൽ സെലക്ട് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് കാണാം, ഈ 4 കോർണറിലും ഓരോ പോയിന്റ്. ഇപ്പൊ എന്ത് ചെയ്യാം, ആ പോയിന്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു റേഡിയസിലുള്ള ഒരു ലൈൻ വന്നത്. അതെന്താ സംഭവിച്ചാൽ ആ ഒരു ബോക്സിന്റെ ആ ഒരു ഷേപ്പിന്റെ റേഡിയസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണത്. ഇനി എനിക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബോർഡർ റേഡിയസ് ആയിട്ട് വരും. പുറത്തേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബോർഡർ 0ലേക്ക് വരും. അപ്പൊ എനിക്ക് ഒറ്റൊരു പോയിന്റ് മാത്രം റേഡിയസ് മതിയെങ്കിൽ എന്ത് ചെയ്യാം, ഒറ്റൊരു പോയിന്റ് മാത്രം റേഡിയസ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു ഒറ്റൊരു പോയിന്റ് മാത്രം എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൈഡ് മാത്രമേ റേഡിയസ് വരൂ. മറിച്ചാണെങ്കിൽ എല്ലാ സൈഡും റേഡിയസ് ആവും. ഓക്കെ, ഷേപ്പിൽ ഇതേപോലെ തന്നെ പോളിഗൺ ടൂളും സ്റ്റാർ ടൂളും ഫയർ ടൂളും റെക്ടാങ്കിൾ ടൂളും എല്ലാ ടൂളും ഉണ്ട്. അത് നിങ്ങൾക്ക് തന്നെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് വായിച്ച് നോക്കാം. ഇതാണ് ഇല്ലസ്ട്രേറ്ററിന്റെ ബേസിക്. അടുത്ത ട്യൂട്ടോറിയലിൽ കുറച്ചുകൂടി ഡീപ്പായിട്ട് പഠിക്കാം. നിങ്ങൾക്ക് ഈ ഒരു ട്യൂട്ടോറിയൽ മനസ്സിലായെന്ന് കരുതുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം.